ന്യൂസിലൊക്കെ രാവിലെ നോക്കുമ്പോഴേ ഒരാൾ ഓടുന്നു, ഷൈൻ ടോം ചാക്ക ഓടുന്നു, ഇങ്ങനെ എന്നിട്ട് വട്ടത്തിലൊക്കെ റിങ് ഇട്ടിട്ട് ഓടുന്ന പോലെ കാണിക്കും. സോഷ്യൽ മീഡിയ അത് ആഘോഷമാക്കി. എന്തിട്ടാലും അവർക്കൊരു റൂട്ട് മാപ്പ് വരച്ചു. അദ്ദേഹം തന്നെ സ്റ്റോറി ഇടുന്നു. ട്രെയിൻ പോലെ നല്ല സ്റ്റോറി. റൂഫിനുണ്ടോ ആ പ്ലാനറ്റിൽ ജീവൻ ഉണ്ടായേക്കാം. ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണ്, ഏകനാണ് എന്ന് തിരിച്ചറിയുന്നതാണോ ഭയം, അതോ മറ്റൊരാൾ കൂടി ഉണ്ടെന്നുള്ളതാണോ ഭയം? ദിസ് ഈസ് ദ മോസ്റ്റ് കൺവിൻസിങ് ഡിസ്കവറി ദാറ്റ് വി ഹാവ് മേഡ് ടിൽ നൗ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് മനോരമയും എല്ലാവരും ന്യൂസിലൊക്കെ രാവിലെ നോക്കുമ്പോഴേ ഒരാൾ ഓടുന്ന എന്താണ് വീഡിയോ ആണ്, ഇങ്ങനെ വാർത്തയായിട്ട്, പ്രധാന വാർത്തയായിട്ട് ഇങ്ങനെ വരികയാണ്. ഷൈൻ ടോം ചാക്ക ഓടുന്നു, ഇങ്ങനെ എന്നിട്ട് വട്ടത്തിലൊക്കെ റിങ് ഇട്ടിട്ട് ഓടുന്ന പോലെ കാണിക്കാം. സോഷ്യൽ മീഡിയ അത് ആഘോഷമാക്കി. അതാണ് ഷൈൻ ടോം ചാക്ക വരെ അത് ആഘോഷമാക്കി. അതെ 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 അതെ. ഫണ്ണായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളം എന്തിട്ടാലും അവർക്കൊരു റൂട്ട് മാപ്പ് വരച്ചേ. റൂട്ട് മാപ്പിൽ കുറഞ്ഞ കളി എന്ന് പറഞ്ഞില്ല. ഇപ്പൊ രാവിലെ മനോരമ എടുത്ത് ആദ്യം കണ്ടത് ഷൈൻ ടോം ചാക്കോയുടെ റൂട്ട് മാപ്പാണ്. ആദ്യം കഥകിൽ മുട്ടുന്ന പോലീസുകാർ, ഷൈൻ ടോം ചാക്കോ ഇതിന്റെ അകത്തോട് ചാടുന്നു. ഒന്നാം നിലയിൽ, രണ്ടാം നിലയിൽ റൂഫിന്റെ റൂഫിനുണ്ടെടുത്ത് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് അവൻ ഇറങ്ങി ലോബി വഴി ഓടുന്നു. ഓടിച്ചെന്ന് ഒരാൾക്ക് ലിഫ്റ്റ് മേടിച്ചു പോകും. ഒരു സിനിമയെ വെല്ലുന്ന രംഗങ്ങൾ, ആക്ഷൻ രംഗങ്ങളാണ്. ഈ ഷൈൻ ടോം ചാക്കോയെ പോലുള്ള, ഐ മീൻ, നമുക്ക് അദ്ദേഹത്തെ പറയാൻ പറ്റില്ല. അതായത് അദ്ദേഹം ലഹരിക്ക് അടിമയാണെന്ന് പറയപ്പെടുന്നു. ഇല്ലാത്തൊരു കാര്യമാണ്. അതായത് പോലീസ് കേസ് ഉണ്ടെന്ന് തോന്നുന്നു. പണ്ടൊരിക്കലും ഒരു കൊക്കൈൻ കേസിൽ പ്രതിയായിരുന്നു. അതിനുശേഷം അതിനു മുമ്പ് അദ്ദേഹം ഒരു സിനിമയുടെ നായകനൊക്കെ ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇതിഹാസ എന്ന് പറയുന്ന ഒരു സിനിമയുടെ അദ്ദേഹത്തിന്റെ എനിക്ക് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അഭിനയിക്കുമ്പോൾ എനിക്കൊന്നും തിരിയാറില്ല. എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകാറില്ല. അത് മാത്രം ഒരു പ്രശ്നമായിട്ട് തോന്നാറുള്ളൂ. പക്ഷെ അഭിനയിക്കുന്നത് നല്ലൊരു ടാലന്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തെ ഇപ്പോ മലയാള സിനിമ കൂടാതെ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തെലുങ്കിൽ നിന്നാണെങ്കിലും തമിഴിൽ നിന്നാണെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട്. കഴിഞ്ഞ ദിവസം ദാക്കു മഹാരാജ് എന്ന് പറയുന്ന ഒരു സിനിമയില് നല്ലൊരു വേഷമായിരുന്നു അദ്ദേഹം ചെയ്തത്. അങ്ങനെ ഒരുപാട് വേഷങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേരളത്തിൽ. അദ്ദേഹം സിനിമയ്ക്ക് പുറത്തും അകത്തും അഭിനയമാണ് മെയിൻ. അതോ അഭിനയം ഇല്ലാത്തതാണോ? അതൊരു പ്രശ്നമാണ്. ഭീഷ്മപർവ്വത്തിലെയും പെർഫോമൻസ് ഭയങ്കര രസമായിരുന്നു. എന്നിട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. അദ്ദേഹത്തെ കുറിച്ച് ഈ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുന്ന, ഇപ്പം ഞാൻ ഏതൊരു സിനിമ, ഉർവശിയുടെ സിനിമക്കകത്ത് അഭിനയിച്ചത് കഴിഞ്ഞിടയ്ക്ക്, ഉർവശി ഞാൻ മറന്നുപോയി. പക്ഷെ ഏതൊരു സിനിമക്കകത്ത് മറ്റേ ഈ പ്രൊമോഷൻ പരിപാടിക്ക് വന്നപ്പോ അവര് പറയുന്നുണ്ട് ഇവൻ നല്ലൊരു നടനാണ്, നല്ല വൈനാണ്, നല്ല രീതിക്ക് അവർ സംസാരിക്കുന്നുണ്ട്. ഒരു അമ്മയുടെ വാത്സല്യത്തോടെ അവർ സംസാരിക്കുന്നുണ്ട്. ആള് കൊള്ളാം. പക്ഷെ കയ്യിലിരിപ്പ് കുറച്ച് പ്രശ്നമുണ്ട്. അദ്ദേഹം തന്നെ സ്റ്റോറി ഇടുന്നു. ട്രെയിൻ പോലെ സ്റ്റോറി. അത് സ്റ്റോറിയുടെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രോളന്മാര് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് മറ്റേ വീഡിയോകളിനകത്ത് ചാടുന്ന പടം, അത് ആ പുള്ളി തന്നെ ഇടുന്നു. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഫുൾ ജഗപൊക കോമഡി ആക്കി കളഞ്ഞു പുള്ളി. എന്നാലും ഒരു ഫണ്ടുണ്ടായിരുന്നു, മൊത്തത്തിലൊരു ഫണ്ടുണ്ടായിരുന്നു. അതെ. പിന്നെ സിനിമയ്ക്കുള്ളിലെ ലഹരിയാണ് ഇപ്പൊ ചർച്ചയാവുന്നത്. നമ്മളൊരു ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ സിനിമയ്ക്കുള്ളിലെ ലഹരി. ആരോ പറഞ്ഞല്ലോ, സിനിമാ സെറ്റും സാധാരണ സെറ്റാണ്, അവിടെയും ലഹരിക്ക് പരിശോധന നടത്തുന്ന ഏതൊരു MLA മന്ത്രിയാണ് പറഞ്ഞത്. ഇത് ചെയ്യേണ്ടതാണ്. അത് നോർമൽ പ്ലേസ് തന്നെയാണ്. അതെ. സിനിമ എന്ന് പറഞ്ഞാൽ, സിനിമയുടെ സെറ്റ്, സിനിമയുടെ ലോകം എന്ന് പറഞ്ഞാൽ ഒരു പാരലൽ യൂണിവേഴ്സ് ഒന്നും അല്ലല്ലോ. ഇന്ത്യൻ ഭരണഘടനയുടെ ജൂറിസ്ഡിക്ഷൻ വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ, ഒരു വർക്ക് പ്ലേസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ നിയമപരമായ കാര്യങ്ങളുണ്ടോ, ഒരു ഓഫീസിലോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ്, പോഷ് നിയമങ്ങളുണ്ട്. അത് സിനിമയിൽ അത് ബോഷ് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി തന്നെ ഈ അടുത്തിടയ്ക്കാണ് നമ്മുടെ കേരളത്തിന്റെ മീ ടു മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന
കഴിഞ്ഞിടയ്ക്കത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് ICC പോലും കൃത്യമായി ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി വരെ കൃത്യമായിട്ടാക്കിയത്. അപ്പൊ അത് നടപ്പാക്കുമായിരിക്കും, നടപ്പാക്കിയിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതാണ് ഇപ്പം ഓരോ വാർത്തയിലേക്ക് വരുന്നത്. പക്ഷേ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയും ഡ്രഗ്സിനെ സംബന്ധിച്ച കാര്യങ്ങളും അതൊക്കെ ഏതൊരു സ്ഥലത്തും ചെയ്യുന്ന പോലെ തന്നെ സിനിമയിൽ ചെയ്യണം എന്നുള്ളത് കാര്യമാണ്. കാര്യം ഇപ്പോൾ ഒരാള് നമ്മൾ അതിനെ ഇപ്പോൾ ഒരു കോമഡി ആയിട്ടാണ് കാണുന്നത്. ഷൈൻ ടോം ചാക്കോ എന്തോ മയക്കുമരുന്നിന് വിധേയനായിട്ട് പോലീസ് വന്നപ്പോൾ പേടിച്ചിറങ്ങി ഓടി എന്നുള്ളതാണ്. അതൊരിതാണ്. അതിനെ ഹീറോയിക് ആയിട്ട് മീംസ് ഉണ്ടാക്കുന്നു, ട്വീറ്റ്സ് ഉണ്ടാക്കുന്നു, കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലേ? അപ്പൊ ആ ഹീറോയിക് ആയിട്ട് കാണിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുന്ന തലമുറ, ഒരു 12 വയസ്സുകാരൻ, ഒരു 13 വയസ്സുകാരൻ, ഒരു 14 വയസ്സുകാരൻ അതൊരു ഹീറോയിക് ആണ് തോന്നുന്നത്. അതിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ച് അവൻ ചിന്തിക്കാതെ അതിലെന്തോ ഒരു ഫണ്ണുണ്ട് എന്നുള്ളൊരു മട്ടിലേക്ക് പോകുന്നു. അതാണ് അതിൻ്റെ അകത്തെ പ്രശ്നം. അത് നമുക്ക് ചെറുപ്പം തോൽപ്പിക്കേണ്ടത് തന്നെയാണ്. അതൊക്കെയാണ് സിനിമയിലെ കാര്യങ്ങൾ. ഈ അടുത്തിടയ്ക്ക് ഇന്നലെ പത്രമാധ്യമങ്ങൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ആണെന്ന് തോന്നുന്നു, ഹബിൾസ് ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞ ടെലിസ്കോപ്പ് ഉണ്ട്. നമ്മുടെ ഒരു ടെലിസ്കോപ്പാണ്, പക്ഷെ അത് ഭൂമിയുടെ വെളിയിലുള്ള ഒരു ടെലിസ്കോപ്പാണ്. അപ്പോൾ ഹബിൾസ് ടെലിസ്കോപ്പ് വഴി കെപ്ലർ 126 ആണെന്ന് തോന്നുന്നു, 122 ആണ് ഒരു പ്ലാനറ്റ് ഉണ്ട്, ഒരു എക്സോ, നമ്മുടെ ഗാലക്സിക്കകത്ത് തന്നെയുള്ള മറ്റൊരു പ്ലാനറ്റ്. അപ്പൊ ആ പ്ലാനറ്റിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഗവേഷകർ പറയുന്നത് ആ പ്ലാനറ്റിൽ ജീവൻ ഉണ്ടായേക്കാം. അതായത് അതിന് ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തം. അതായത് ഹബിൾസ് ടെലിസ്കോപ്പ് വഴി അവർ നോക്കിയപ്പോൾ ആ പ്ലാനറ്റിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഒരു സ്പെസിഫിക് കെമിക്കൽ കോമ്പൗണ്ട്, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് വെള്ളത്തിനടിയിലുള്ള ജീവികൾ ശ്വസിക്കുമ്പോൾ പുറത്തേക്ക് വിടുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ടാണ്. അതായത് ഈ പ്ലാനറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 126 പ്രകാശ വർഷം അകലെ 126 ലൈറ്റ് ഇയേഴ്സിന് ദൂരെയുള്ളൊരു ഒരു പ്ലാനറ്റാണ്. ആ പ്ലാനറ്റിന്റെ അറ്റ്മോസ്ഫിയറിലെ ഇത് ഹബിൾസ് ടെലിസ്കോപ്പ് വെച്ച് പഠിച്ചപ്പോൾ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ ഈ ഭൂമിയിലെ വെള്ളത്തിനടിയിലുള്ള ജീവികൾ പുറത്തോട്ട് ശ്വസിക്കുന്ന ഒരു സാധനമുണ്ട്. ആ സാധനം അതേ ഭൂമിയുടെ അളവിലെ പോലെ തന്നെ അവിടെ കണ്ടു. അതിന്റെ അർത്ഥം 2 വർഷം കൂടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ 2 വർഷം കൂടെ പിടിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ അതിന്റെ അർത്ഥം ആ പൂർണ്ണമായിട്ടും വെള്ളത്താൽ ചുറ്റപ്പെട്ട ആ പ്ലാനറ്റിൽ ചിലപ്പോൾ ഇതുണ്ടായിരിക്കാം എന്നുള്ളതാണ്, ജീവൻ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഇതൊരു പിവറ്റൽ മൊമെന്റ് ആയിരിക്കും. കാര്യം നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ, അല്ലേ? അത് പണ്ട് റിച്ചർഡ് ഫെയ്ൻമൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്താണ് എനിക്ക് ഭയം എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണ്, ഏകനാണ് എന്ന് തിരിച്ചറിയുന്നതാണോ ഭയം, അതോ മറ്റൊരാൾ കൂടി ഉണ്ടെന്നുള്ളതാണോ ഭയം? മറ്റൊരാളൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ മേലാത്ത അൺനോൺ ഒരാളുണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും, എന്തായിരിക്കും, അവരെങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നുള്ളൊരു ഭയം വരും. അതുപോലെ തന്നെ തിരിച്ചും ഏകനാണെങ്കിലും ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറയത്തില്ലേ. അപ്പൊ അതിനുള്ളൊരു വലിയ അതിലേക്ക് അടുക്കുന്നത് ചിലപ്പം ലൈഫ് കാണും. നമുക്ക് അവരെ അവിടുത്തെ ലൈഫിന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അവിടെ കണ്ടുമുട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം 126 പ്രകാശ വർഷം അകലെയുള്ള ഒരു പ്ലാനറ്റാണ്. അൺലെസ് അൺടിൽ നമ്മൾ എന്തുവാ ഇൻഡസ്ട്രിയലാർന്നൊക്കെ കാണുന്ന ഒരു വേം ഹോൾ ഉപയോഗിച്ച് ഗ്രേറ്റർ ഡിസ്റ്റൻസ് പോകുകയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർ വാർസിൽ കാണുന്ന പോലെ വാപ്പ് സ്പീഡിൽ കയറി പോവോ, അങ്ങനെയുള്ള എന്തെങ്കിലും നടത്താൻ അങ്ങനെ ഒരു പ്ലാനറ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി മറ്റു പല ആൾക്കാരും പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെ ഒരു വോൾക്കാനോയ്ക്കകത്തുനിന്ന് ഇതേ പദാർത്ഥം വന്നിട്ട് അറ്റ്മോസ്ഫിയറിലുള്ളതുമാകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ ദിസ് ഈസ് എ പോസിറ്റീവ് സൈൻ. ദിസ് ഈസ് ദ മോസ്റ്റ് കൺവിൻസിങ് ഡിസ്കവറി ദാറ്റ് വി ഹാവ് made till now with respect to having come close to something of the sorts. അതാണ് അതിൻ്റെ ഒരു കാര്യം. പക്ഷെ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു കിടിലൻ മോമെന്റ് ആയിരിക്കും. അതാണ് അതിൻ്റെ കാര്യം. അത്രയാണ് ഒരു ജനറൽ രീതിക്ക് പറയാനുള്ളൊരു പ്രധാന വാർത്ത. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല.
അങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ നമ്മുടെ പരിപാടികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബർമാരൊന്നും ഇല്ല, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ഫണ്ണായിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ്. രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട്. അതെ, രസകരമായിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ തന്നെ പിന്നെ കൊണ്ടുവരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് നമ്മളൊന്നും. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്.